അമേരിക്കയിൽ ഒരു ജീവിതം അല്ലെങ്കിൽ തൊഴിൽ സ്വപ്നം കണ്ട് നടക്കുന്നവർ ശ്രദ്ധിക്കണം. കാരണം അവിടെ ഈ വിസ നിയമങ്ങളിൽ അടുത്തിടെയായിട്ട് നിരന്തരമായ ഭേദഗതികളൊക്കെ വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ. അതെല്ലാം തന്നെ അവിടെ ഒരു ജീവിതമോ ജോലിയോ സ്വപ്നം കാണുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയത് വന്ന ചട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ, സാമാന്യ യുക്തിയിൽ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനപ്പുറവും അമേരിക്ക ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ എന്താണ് പുതിയ വ്യവസ്ഥ എന്നുള്ളത് നോക്കാം. കാര്യം കഴിഞ്ഞ ദിവസം അമേരിക്കൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ലഭിച്ച ഔദ്യോഗിക സന്ദേശം, അതിന് കേബിൾ എന്നാണ് വിളിക്കുക. ആ കേബിൾ പ്രകാരം ഈ വിസ നിയമത്തിൽ, വിസ ചട്ടങ്ങളിൽ സമൂലമായ ഒരു ഭേദഗതി അവർ ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയിൽ വിസ ലഭിക്കണമെങ്കിൽ അതിപ്പോൾ അവിടുത്തെ PR പെർമനൻ്റ് റെസിഡൻ്റ് ആയാലും ശരി, അവിടെ ഒരു ജോബ് വിസ, അതായത് അവിടെ എന്തെങ്കിലും ജോലി ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിസയാണെങ്കിലും ശരി, അവിടെ സ്റ്റുഡൻറ്റ് വിസയാണെങ്കിലും ശരി, നമുക്ക് എംബസി വഴിയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അവിടെ അഭിമുഖമടക്കം നടത്തേണ്ടതുണ്ട്. അപേക്ഷ എംബസി പരിഗണിച്ച് ഇയാൾ അർഹനാണ്, യോഗ്യനാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അമേരിക്കയിലോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എംബസികൾക്ക് വന്നിരിക്കുന്ന പുതിയ നിർദ്ദേശം ഈ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അന്വേഷണം നിങ്ങൾ നടത്തണമെന്നാണ്. അപ്പോൾ ആരോഗ്യസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അമേരിക്കയിൽ വിസ ലഭിക്കണമെങ്കിൽ സാധാരണഗതിയിൽ അവിടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളുണ്ടോ, നമുക്ക് നമ്മുടെ വാക്സിനേഷൻ ഹിസ്റ്ററി കൊടുക്കേണ്ടി വരും. നമുക്ക് ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡിൻ്റെ അടക്കം വാക്സിനേഷൻ ഹിസ്റ്ററി നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും. പിന്നെ ഇതിനു മുമ്പ് എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ പറയേണ്ടിയിരിക്കും. പിന്നെ നമ്മുടെ മാനസിക ആരോഗ്യ നിലയെക്കുറിച്ച്, എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ആളാണോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും നിരന്തരമായുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളാണോ, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സാധാരണഗതിയിൽ വിസ നടപടി ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഇത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് നിലവിലുള്ള നിയമമാണ്. ഇനി അത് മറികടന്നുകൊണ്ട് പുതിയൊരു നിർദ്ദേശം വന്നേക്കാണ്. അതിൽ പറയുന്നത് ഇത്തിരി രസകരമായ, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത സംഗതിയാണ്. അതിൽ പറയുന്നത് ഈ അപേക്ഷകന് ഡയബറ്റീസ് ഉണ്ടോ, പ്രമേഹ രോഗിയാണോ, 2 ഇയാൾക്ക് അമിതവണ്ണമുണ്ടോ, പൊണ്ണത്തടിയനാണോ, 3 ഇത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ പര്യാപ്തമായ സാമ്പത്തിക ശേഷി ഇയാൾക്കുണ്ടോ. അപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ അമിതവണ്ണം ഇതെല്ലാം പിടിപെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അതിൻ്റെ ചികിത്സ നടത്തുന്ന ഒരാളാണ് അമേരിക്കയിലോട്ട് വരുന്നതെങ്കിൽ അവർ തൽക്കാലം ഇങ്ങോട്ട് വരേണ്ട. ഇനി അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ അവരെ നാട് കടത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് തൽക്കാലം ഇപ്പോൾ അറിയില്ല. ഏതായാലും അമേരിക്കയിലോട്ടൊരു വിസ ശ്രമിക്കുന്നവർക്ക് പ്രമേഹമോ അമിതവണ്ണമോ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ ചട്ടപ്രകാരം വിസ കിട്ടാനുള്ള കാര്യം വലിയ പ്രയാസത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ പബ്ലിക് ചാർജ് എന്ന് പറയുന്ന ചട്ടത്തിൻ്റെ കീഴിൽ വരും എന്നുള്ളതാണ്. ഈ പബ്ലിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 1882 മുതൽ അമേരിക്കയിൽ നിലവിലുള്ള ഒരു നിയമമാണ്. ഈ പബ്ലിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ എത്തപ്പെടുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ പൗരത്വം നേടുന്ന ഒരു വിദേശ ആൾ, അയാളുടെ ആരോഗ്യ പരിചരണം എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്, അമേരിക്കയുടെ ബാധ്യതയാണ്. ഇതിനു വേണ്ടി പൊതുപണം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അമേരിക്കൻ്റെ പൈസ ഉപയോഗിച്ച് ആരും തൽക്കാലം ഇപ്പോൾ അവിടെ അങ്ങനെ ചികിത്സ നേടേണ്ട, അത്തരക്കാർ അവരവരുടെ നാട്ടിലിരുന്നാൽ മതി എന്നുള്ള വ്യവസ്ഥയാണ് 1882 പബ്ലിക് ചാർജ് എന്ന് പറയുന്ന ചട്ടത്തിലുള്ളത്. അപ്പോൾ ആ ചട്ടപ്രകാരമാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അതായത് പ്രമേഹമോ അമിതവണ്ണമോ ഉള്ളയാൾ ഈ ഞങ്ങൾക്ക് ബാധ്യതയാകരുത് എന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. ഇനിയും കഴിഞ്ഞില്ല. ഈ പറയുന്ന വ്യവസ്ഥയുള്ളയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അയാളുടെ കുടുംബ ബന്ധുക്കളുടെ, അതായത് കുട്ടികൾ, മുതിർന്നവർ, പ്രായമായവർ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സ, അത് അവർക്ക് ഇത്തരം അസുഖങ്ങളുണ്ടോ, അവർക്ക് ഇതേപോലെ പ്രമേഹമോ അമിതവണ്ണമോ ഏതെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ, ഇപ്പോൾ പ്രായമായവർ, പ്രായാധിക്യം സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ അവർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് അസുഖങ്ങൾ വന്നാൽ അവരെ ചികിത്സിക്കാൻ പര്യാപ്തമായ വേതനം ഈ അപേക്ഷകനുണ്ടോ, അല്ലെങ്കിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് ഇയാൾക്ക് ജോലി വിടേണ്ട ആവശ്യകത വരുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കാൻ ഈ എംബസി ഉദ്യോഗസ്ഥർക്ക് അമേരിക്കൻ സർക്കാർ, അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ എംബസി ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടത്. നമ്മൾ ഒരു വിസയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് എംബസി ഉദ്യോഗസ്ഥർ നിഗമനത്തിലെത്തും. അത് ഗുരുതരമായ മറ്റൊരു സംഗതിയാണ്. കാരണം ഈ എംബസി ഉദ്യോഗസ്ഥർ
ഈ തരത്തിൽ പ്രാവീണ്യമുള്ളവരാണോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. അവർക്ക് നമ്മളുടെ ആരോഗ്യ കാര്യങ്ങൾ സംബന്ധിച്ചൊരു സ്ഥിരീകരണം നടത്താൻ അവർക്ക് എന്താണ് പ്രാപ്തിയുള്ളത്? ഒരു ഡോക്ടറോ മറ്റോ ആണെങ്കിൽ സാമാന്യ യുക്തിയിൽ അത് പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ അപ്പോൾ ഇത് മറ്റൊരു സാധ്യതയും കൂടി ഉണ്ടാകുകയാണ്. കാരണം ഈ പറയുന്ന എംബസി ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ നമ്മളെ അവർക്കൊരു വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് ഈ വിസ അനുവദിക്കാം. അവരിനി ഇക്കാര്യത്തിൽ കർശന നിലപാടെടുത്താൽ പലരുടെ അവസരം ഇല്ലാണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ പുതിയ ചട്ടങ്ങൾ അത് മുൻപ് മുതലേ ഉള്ളതാണ്. പക്ഷേ ഇത് കർക്കശമാക്കുന്നത് PR വിസയ്ക്ക്, അതായത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ, അവിടെ പൗരത്വമടക്കം നേടി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ കർക്കശമാക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാലും ആ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് ഇപ്പോൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഈ എമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ ഇതിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം അദ്ദേഹം തന്നെ പ്രഖ്യാപിതമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം കുറഞ്ഞത് 10 ലക്ഷം പേരെയെങ്കിലും അത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നുള്ളത്. അപ്പോൾ ഇത് പ്രകാരം പലപ്പോഴായി ഇന്ത്യയിലേക്ക് പോലും വിലങ്ങണിയിച്ചുകൊണ്ട് പലരെയും നാടുകടത്തിയ ഒരു അനുഭവമുണ്ട്. അതുമാത്രമല്ല, അനധികൃതമായി അമേരിക്കയിൽ അവിടെ താമസിക്കുന്നവരെ കണ്ടെത്താനായിട്ട് അതിനുവേണ്ടി മാത്രം ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ്. പിന്നെ കൂടാതെ തടങ്കൽ പാളയങ്ങൾ അടക്കം നിർമ്മിച്ചിട്ടുണ്ട്. ഇതേപോലെ അനധികൃതമായിട്ടാണ് അവിടെ താമസിക്കുന്നത്. അതായത് വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ താമസിക്കുന്നവർ, പിന്നെ വ്യാജരേഖകൾ ചമച്ച് അമേരിക്കയിൽ എത്തിയവർ, ഇവരെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അവിടെ വലിയ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എമിഗ്രേഷൻ നിയമങ്ങളിൽ കർക്കശമായ നിലപാട്, അതായത് അമേരിക്കക്കാർക്ക് മതി, മറ്റുള്ളവർ ഇവിടെ വേണ്ട എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത് പ്രസിഡൻസി ക്യാമ്പയിൻ തന്നെ പേരിട്ടത്. അമേരിക്കക്കാർക്ക് മാത്രം, മറ്റുള്ളവർ ഇവിടെ വേണ്ട എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം. അപ്പോൾ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചട്ടങ്ങൾ കർക്കശമാക്കുന്നത് ബന്ധപ്പെട്ട് ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ വർക്ക് വിസ എടുക്കുന്നതിന് നേരത്തെ $10,000 ആയിരുന്നത് ഇപ്പോൾ $1,00,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്കടുത്ത് വരും. അത്രയും ഭീമമായ തുക ഈടാക്കിക്കൊണ്ട് ഒരു വർക്ക് വിസ നേടുക ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. ഇത് സംബന്ധിച്ചും വലിയ പ്രതിഷേധം അമേരിക്കയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നിയമം കർക്കശമാക്കിയാൽ അമേരിക്കയ്ക്ക് സ്വയം ഇത്തരത്തിൽ ജോലിക്കാരെ കിട്ടാനായിട്ടുള്ള പ്രയാസമുണ്ട്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കെ ട്രംപ് ഇത്തരം നിലപാടുകളിൽ കാർക്കശ്യം എടുക്കുന്നത്, ഇങ്ങനെ വിസ നിയന്ത്രണങ്ങളടക്കം ആ ചട്ടങ്ങളിലടക്കം കാർക്കശ്യം എടുക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. ഏതായാലും ഈ പുതിയ വിസ ചട്ടം, അതായത് അമിതവണ്ണമുള്ളവർ, പ്രമേഹ രോഗികളുള്ളവർ, അവർക്ക് ഇനി അമേരിക്കയിലോട്ട് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. ഇനി നിലവിൽ അവിടെ ഉള്ളവരുടെ സ്ഥിതി എന്താണ്? ട്രംപ് മറ്റുള്ളവരെ നാട് കടത്തുന്നത് പോലെ ഇവരെയും പിടിച്ച് നാട് കടത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം.